ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള 1.5 കോടിയിലധികം കെട്ടിടങ്ങളുടെ ഐഡന്റിറ്റിയിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നമ്പറുകൾ നൽകാനുള്ള നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാകും. വാർഡ് വിഭജനത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കേണ്ടിയിരുന്ന ഈ പ്രക്രിയ സാങ്കേതിക കാരണങ്ങളാൽ അല്പം വൈകിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പഴയ നമ്പർ രീതികളിലെ അവ്യക്തത ഒഴിവാക്കി ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് പൂർണ്ണമായും മാറുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള 1.5 കോടിയിലധികം വരുന്ന കെട്ടിടങ്ങളുടെ നമ്പറുകൾ ഈ മാസം മുതൽ മാറുകയാണ്. ഇതിൽ 1.10 കോടി വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഉൾപ്പെടുമ്പോൾ 46 ലക്ഷത്തോളം വാണിജ്യ കെട്ടിടങ്ങളാണ് ഉള്ളത്. പുതിയ ക്രമീകരണം അനുസരിച്ച് വാർഡ് നമ്പർ, കെട്ടിട നമ്പർ എന്ന ലളിതമായ മാതൃകയിലായിരിക്കും ഇനി മുതൽ നമ്പറുകൾ നൽകുക. ഉദാഹരണത്തിന് 1-ാം വാർഡിലെ 1-ാം നമ്പർ കെട്ടിടത്തിന് 1/1 എന്ന പുതിയ നമ്പർ ലഭിക്കും. തദ്ദേശ വകുപ്പിൻ്റെ ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഈ പ്രക്രിയ ഏകോപിപ്പിക്കുന്നത്. ഭാവിയിൽ പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ നമ്പറുകൾക്കിടയിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർക്കുന്ന രീതി ഒഴിവാക്കാൻ ചില നമ്പറുകൾ മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സൗകര്യവും ഈ പുതിയ പരിഷ്കരണത്തിലുണ്ട്. ഓരോ വാർഡിലെയും ഭൂപ്രദേശങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയതിനാൽ കെ-സ്മാർട്ട് ആപ്പിലൂടെ നമ്പറുകൾ എളുപ്പത്തിൽ ക്രമീകരിക്കാം. മുൻപ് പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ A-B-C എന്നിങ്ങനെ അക്ഷരങ്ങൾ ചേർക്കുന്ന രീതി 1/10 എന്നുള്ള സമ്പ്രദായം ഇനി ഉണ്ടാവില്ല. പകരം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി നമ്പറുകൾ മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സൗകര്യവും പുതിയ രീതിയിലുണ്ട്. അതത് പഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്കാണ് പുതിയ നമ്പർ നൽകാനുള്ള ഉത്തരവാദിത്തം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രേഖകളിൽ മാറ്റം വരുത്തേണ്ടി വരും. കെട്ടിട നമ്പറുകൾ മാറുന്നതോടെ ഉടമകൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അതായത് ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയ വ്യക്തിഗത രേഖകളിൽ വിലാസം പുതുക്കേണ്ടി വന്നേക്കാം. സ്ഥാപനങ്ങൾ നടത്തുന്നവർ ലൈസൻസ്, GST തുടങ്ങിയ രേഖകളിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ബാങ്ക് അക്കൗണ്ടുകൾ, ഇലക്ട്രിസിറ്റി ബില്ലുകൾ, വാട്ടർ അതോറിറ്റി കണക്ഷനുകൾ എന്നിവയിലും ഈ മാറ്റം പ്രതിഫലിക്കും. കെട്ടിട നമ്പറുകൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് ഒഴിവാക്കാൻ ശാശ്വതമായൊരു ഡിജിറ്റൽ വിലാസം നൽകുന്ന DG പിൻ പദ്ധതി സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് നിലവിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ പുതിയ നമ്പറുകളിലേക്കാണ് സംസ്ഥാനം മാറുന്നത്. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.